നാടക സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 2 നടിമാർ മരണപ്പെട്ട വാർത്ത മലയാളക്കരയാകെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നാടകം കഴിഞ്ഞ് മടങ്ങവേ കണ്ണൂരിൽ വെച്ചായിരുന്നു വാഹനം മറിഞ്ഞ് അഞ്ജലി, ജെസ്സി മോഹൻ എന്നീ നടിമാർ മരണപ്പെടുന്നത്. കൂടെയുണ്ടായിരുന്ന ബാക്കിയുള്ളവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 14ഓളം പേരാണ് അപകടത്തിൽപ്പെട്ട ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതേസമയം പയ്യന്നൂർ കടന്നപ്പള്ളി തെക്കേക്കരയിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അഞ്ജലിയും ജെസ്സി മോഹനനും നാടകവേദിയിൽ ആടിത്തിമിർത്തത് തങ്ങളുടെ അവസാനത്തെ വേഷമായിരുന്നു. വ്യാഴാഴ്ച രാത്രി കടന്നപ്പള്ളി തെക്കേക്കര റെഡ് സ്റ്റാറിന്റെ നാടകോത്സവത്തിൽ വനിതാ മെസ് എന്ന നാടകത്തിൽ ഇരുവരും സദസ്സിനെ ആർത്ത് ചിരിപ്പിച്ചിരുന്നു. രാത്രി 7:30 തെക്കേക്കരയിൽ നാടകം തുടങ്ങിയത്. 10 മണിയോടെ അവസാനിച്ച നാടകത്തിന് ശേഷം സംഘാടകർക്ക് നൽകിയ ഭക്ഷണവും കഴിച്ചാണ് രാത്രി 11:30 നാടക സംഘം വെള്ളിയാഴ്ച നാടകം അവതരിപ്പിക്കേണ്ട സുൽത്താൻ ബത്തേരിയിലേക്ക് തിരിച്ചത്. നെടുമ്പൊയിൽ പേരിയ ചുരം വഴിയുള്ള യാത്രയ്ക്ക് നിരോധനം ഉണ്ടായിരുന്നതിനാൽ ബോയ്സ് ടൗൺ വഴിയാണ് വയനാട്ടിലേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കടന്നപ്പള്ളിയിലെ നാടക അവതരണത്തിന് ശേഷം നാടക സംഘം രാത്രി 11:30 സുൽത്താൻ ബത്തേരിയിലേക്ക് പുറപ്പെട്ടത്. ഏലപ്പീടിക വഴി ചെറുവാഹനങ്ങൾക്ക് മാത്രം പോകാനാകുന്ന മറ്റൊരു റോഡിലൂടെ എത്തുവാനാണ് ഇവർ ശ്രമിച്ചത്. ഗൂഗിൾ മാപ്പ് വഴി പറഞ്ഞു കൊടുത്ത എളുപ്പവഴിയായിരുന്നു ഇത്. ഇതാകട്ടെ ദുരന്തത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. 2 സ്ത്രീകളുടെ 2 നടിമാരുടെ മരണത്തിനാണ് ഈ ഒരു യാത്ര ഇടയാക്കിയതും. ആഴമുള്ള താഴ്ചയിലേക്കാണ് നിയന്ത്രണം വിട്ട ബസ് മൂക്കും കുത്തി വീണത്. മുൻ സീറ്റിലിരിക്കുകയായിരുന്ന അഞ്ജലിയും ജെസ്സി മോഹനനുമാണ് മരിച്ചത്. വേദിയിൽ നിന്ന് വേദിയിലേക്കുള്ള നാടകാവതരണത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഇവർ തങ്ങളുടെ കുടുംബം നോക്കിയിരുന്നത്. ആകെ ബസ്സിൽ 3 നടിമാരാണ് ഉണ്ടായിരുന്നത്. അഞ്ജലിയാകട്ടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ തീരാവേദനയായി മാറുകയാണ്. പത്തനംതിട്ട കോന്നി സ്വദേശിയാണ് അന്തരിച്ച അഞ്ജലി. നാടകവേദിയിൽ മുട്ടിട്ട പ്രണയത്തിനൊടുവിലാണ് മുതുകുളം തെക്ക് ഹരിശ്രീ വീട്ടിൽ ഉല്ലാസിനെ അഞ്ജലി വിവാഹം കഴിക്കുന്നത്. കേരളത്തിലൊരു പ്രമുഖ നാടക സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. 5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 3.5 വയസ്സുള്ള ഡ്രോൺ എന്ന പേരുള്ള മകനുമുണ്ട് ഇവർക്ക്. നാടകം കഴിഞ്ഞു വരുമ്പോൾ മകന് വേണ്ടി എന്തെങ്കിലും കരുതിയാണ് അഞ്ജലി എത്താറുള്ളത്. അമ്മയുടെ ഈ കരുതൽ ഇനി ഒരിക്കലും ഇല്ല എന്നറിയാതെ മുത്തശ്ശി സരസ്വതിയുടെ ഒക്കത്തിരുന്ന് കളിക്കുന്ന ഡ്രോൺ ഒരു നൊമ്പര കാഴ്ചയായി മാറുകയാണ്. കഴിഞ്ഞ 3 വർഷമായി കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ നാടകങ്ങളിലാണ് അഞ്ജലി അഭിനയിക്കുന്നത്. ഈ വർഷത്തെ വനിതാ മെസ് എന്ന നാടകത്തിലെ പ്രധാന വേഷങ്ങളിൽ ഒന്ന് ചെയ്യുന്നതും അഞ്ജലിയായിരുന്നു. അപകടത്തിൽ മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസ്സി മോഹനും മുതുകുളത്ത് സുപരിചിതയാണ്. അടുത്തിടെ അന്തരിച്ച ഇവരുടെ ഭർത്താവ് തേവലക്കര മോഹനനും അറിയപ്പെടുന്ന നാടക നടനായിരുന്നു. ജെസ്സിയുടെ ഭർത്താവ് മോഹൻ 1 വർഷം മുൻപാണ് അസുഖബാധിതനായി മരിക്കുന്നത്. ഈ നടക്കുന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആർട്ടിസ്റ്റുകളാണ് അനുശോചനം അറിയിച്ചുകൊണ്ട് നാടകരംഗവുമായി തങ്ങൾക്കുള്ള ബന്ധം കാണിച്ചുകൊണ്ടുമുള്ള കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. ഈ അപകടം വളരെ വേദനയുണ്ടാക്കിയെന്ന് പറയുകയാണ് നടി സീമാജി നായർ. അപകടത്തിൽ മരണപ്പെട്ട നടി ജെസ്സിയും താനും മുൻപ് ഒരുമിച്ച് നാടകത്തിൽ അഭിനയിച്ചിരുന്നവരാണെന്നും സീമാജി നായർ കുറിക്കുന്നു. ഇതുപോലെ നാടകത്തിൽ അഭിനയിക്കുവാൻ പോകുമ്പോൾ 2 തവണ അപകടം ഉണ്ടായിട്ടുണ്ടെന്നും 1 തവണ തന്റെ കണ്ണുപോലും നഷ്ടപ്പെട്ടുവെന്നാണ് താനെന്ന് കരുതിയതെന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ നടി സീമാജി നായർ പറയുകയാണ്. ഇന്ന് ഒട്ടും നല്ലതല്ലാത്ത ദിവസമായല്ലോ ഈശ്വര. കണ്ണൂരിനടുത്ത് നാടകവണ്ടി അപകടത്തിൽപ്പെട്ട വാർത്ത രാവിലെ കേട്ടപ്പോൾ അത് സത്യമാകരുതേ എന്ന് താൻ പ്രാർത്ഥിച്ചുവെന്നും കുറിക്കുകയാണ് സീമാജി നായർ. അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് കേട്ടത്. ഫോട്ടോ വന്നപ്പോൾ ഞെട്ടിപ്പോയി. അതിൽ ജെസ്സി ചേച്ചി തനിക്ക് അറിയാമായിരുന്നുവെന്നാണ് സീമാജി നായർ കുറിക്കുന്നത്. എന്താണ് എഴുതേണ്ടത് എന്നറിയാതെ ഒരു നിമിഷം ഇരുന്നു പോയി താൻ. കാരണം നാടകക്കാരുടെ ജീവിതം കൂടുതൽ സമയവും നാടകവണ്ടിയിൽ തന്നെയായിരിക്കും. താനും എത്രയോ വർഷങ്ങൾ ഇതുപോലെ നാടകവണ്ടിയിലായിരുന്നു. അതിനിടയ്ക്ക് 3-4 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സീമാജി നായർ കുറിക്കുന്നു. ഒരിക്കൽ വടകരയിൽ റെയിൽവേ ക്രോസിനടുത്തുണ്ടായ അപകടത്തിൽ തന്റെ വലത്തെ കണ്ണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയതാണ് താനെന്നും സീമാജി നായർ പറയുകയാണ്. ഇപ്പോഴും വലതുവശത്തെ കണ്ണിന്റെ തൊട്ടു താഴെ 13 സ്റ്റിച്ചിന്റെ പാടുണ്ടെന്നും സീമാജി നായർ കുറിക്കുന്നു. പിന്നീട് മുൻപ് ആലപ്പുഴ പുറക്കാട് വെച്ചുണ്ടായ അപകടത്തെപ്പറ്റിയും സീമാജി നായർ പറയുന്നു. കഷ്ടപ്പാടും അപകടവും തൊട്ടുകൂടായ്മയും തീണ്ടായ്മയും അനുഭവിച്ചൊരു കാലമായിരുന്നു അതെന്നും നടി കുറിക്കുന്നു. ഉഷ ഉദയൻ ചേച്ചിയുടെ ഉദയേട്ടൻ ഇതുപോലെ നാടകവണ്ടി അപകടത്തിൽ മരിച്ചപ്പോൾ കൊല്ലത്ത് വെച്ച് ഓടിപ്പോയി കണ്ടത് ഇപ്പോഴും തന്റെ കൺമുന്നിലുണ്ടെന്നും സീമാജി നായർ കുറിക്കുന്നു. ഈ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനല്ലേന്ന് എനിക്ക് കഴിയൂ. താനിപ്പോൾ ചെന്നൈയിലാണെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. ഷൂട്ടിനിടയിൽ ഈ വരികൾ കുറിക്കുമ്പോൾ തന്റെ കണ്ണുകൾ നിറയുന്നു. അന്നന്നത്തെ അഷ്ടിക്ക് വക തേടുന്നവരാണ് നാടകക്കാർ. അമ്മയുടെ കഷ്ടപ്പാട് അറിഞ്ഞിരുന്നുവെങ്കിലും അത് മനസ്സിലാക്കുവാനുള്ള പ്രായം അന്നുണ്ടായിരുന്നില്ല തനിക്കെന്നും സീമാജി നായർ കുറിക്കുന്നു. സ്റ്റേജിന്റെ അടിയിൽ തൊട്ടിൽ കെട്ടിയിട്ടാണ് തന്നെ അമ്മ വളർത്തിയത്. പിന്നീട് നാടകരംഗത്തേക്ക് താൻ വന്നപ്പോഴാണ് ഒരു നാടക കലാകാരന്റെയും കലാകാരിയുടെയും കഷ്ടപ്പാട് ശരിക്കും താൻ അനുഭവിച്ചറിയുന്നത്. ഒരു തീച്ചുളയിലെ ചൂടാണ് അന്ന് താൻ അനുഭവിച്ചിട്ടുള്ളത്. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും നിലയില്ലാ കയത്തിലൂടെ കടന്നുപോയ ഓർമ്മകൾ മനസ്സിൽ നിറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സീമാജി നായർ തന്റെ വികാര നിർഭരിതമായ ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഈ അപകടം ശരിക്കും ദൈവത്തിന്റെ നാടകമാണെന്ന് പറയുകയാണ് നടി ലക്ഷ്മി പ്രിയയുടെ ഭർത്താവും ആർട്ടിസ്റ്റുമായ ജയ്ദേവ്.
ചെറുപ്പത്തിൽ താനും നാടകവണ്ടി കാത്തുനിന്നതിനെ കുറിച്ചും തന്റെ അമ്മ നാടകത്തിൽ അഭിനയിക്കുവാൻ പോയതിനെ പറ്റിയുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ ജയദേവ് എഴുതിയിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ നാടകം, ഒന്നോർത്താൽ എല്ലാം അവന്റെ തന്നെ നാടകമാണെന്ന് മനസ്സിലാകും. ഇഷ്ടവും നഷ്ടവും, പിന്നെ കുറെ കഷ്ടവും, ഇടയ്ക്കെപ്പോഴോ ശുഷ്കമായ ആയുസിന്റെ വേവലാതിയും വെപ്രാളവും ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഒന്നും തന്നെ ഇല്ല എന്ന് കുറിക്കുകയാണ് പി ജയദേവ്. ജീവിതം ഇങ്ങനെയൊക്കെയാണ്, അതിങ്ങനെ അങ്ങ് പോകട്ടെ. കാരണം താനും ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റിന്റെ മകനാണ്. ആ അമ്മയുടെ ഗർഭപാത്രമാണ് തന്റെ ആദ്യത്തെ കിടക്ക. ദൂരെ ദൂരെ ഏതൊക്കെയോ നാട്ടിൽ പോയി ഉറക്കമിളച്ച് ക്ഷീണിച്ച് രാവിളപ്പിന്റെ നാടകവും കഴിഞ്ഞെത്തുന്ന അമ്മയെയും കാത്ത് വഴിവക്കിൽ നിന്നിറങ്ങിയിരുന്ന ഒരു 8 വയസ്സുകാരനെ പറ്റിയാണ് തന്റെ അനുഭവങ്ങൾ ഓർത്തുകൊണ്ട് പി ജയദേവ് കുറിക്കുന്നത്. പതിയെ വരുന്ന വണ്ടിയിലെല്ലാം അമ്മയെ തെളിയുന്ന ഒരു 8 വയസ്സുകാരൻ. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയെത്തുമ്പോൾ സകലതും മറന്ന് ഓടിച്ചെന്ന് ഇറുകെ കെട്ടിപ്പിടിച്ച് ആ അമ്മയുടെ കവിളിൽ മുത്തമിട്ട് കയ്യിലെ ബാഗ് തട്ടിപ്പറിച്ച് അതിനുള്ളിൽ ആ അമ്മ തന്റെ മക്കൾക്കായി കരുതി വെച്ചിരുന്ന പഴകിയ പലഹാരങ്ങളുടെ രുചി ആദ്യം അറിയുന്ന മകൻ. പിന്നീട് വീട്ടിൽ വന്ന് കയറുന്ന അമ്മയുടെ മുന്നിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുടെ നീണ്ട പട്ടിക തന്നെയുണ്ടാകും. അലക്ക്, അടുക്ക്, തൂപ്പ്, തുടപ്പ്, പാചകം, കൂടെ വീട്ടുകാരുടെ പരാതിയും പരിഭവവും ഒക്കെ ഒരുവിധം അന്വേഷിച്ചും തിരക്കി പരിഹരിച്ചും വരുമ്പോഴേക്കും വീണ്ടും അതേ നാടകവണ്ടിയുടെ നീണ്ട നീരസം കലർന്ന ഹോൺ മുഴക്കം. കാരണം അമ്മയ്ക്ക് വേണ്ടി എന്നും ഒരല്പം അധിക നേരം ആ വണ്ടി അവിടെ കാത്തിരിക്കാറുണ്ട്. ഒടുവിൽ എല്ലാവർക്കും അടുത്ത ദിവസത്തെ ഉത്തരവാദിത്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി ഒരല്പം പോലും ഉണ്ണാതെ ഉറങ്ങാതെ കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങൾ ഹാൻഡ് ബാഗിൽ കുത്തി നിറച്ചുകൊണ്ട് എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഓടിയകലുന്ന അമ്മ. അങ്ങനെ ഒരു അമ്മയുടെ മകനാണ് താനുമെന്നാണ് പി ജയദേവ് കുറിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ ഈ ദുരന്തം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നതെനിക്ക് കൂടുതൽ മാനസിക ആഘാതമുണ്ടാക്കുന്നു, ഉറക്കം നഷ്ടമാക്കുന്നു. കാരണം അതുപോലെ ഇവിടെയും നാടകം കഴിഞ്ഞെത്തുന്ന അമ്മമാരെ കാത്തിരിക്കുന്ന മക്കൾ, ഹോസ്പിറ്റൽ മുറ്റത്ത് പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾക്കായി കാത്തുനിൽക്കുന്ന അവരുടെ മറ്റു പ്രിയപ്പെട്ടവർ, വിട ചൊല്ലിയവർക്ക് മറുവാക്ക് ചൊല്ലാനാകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുന്നവർക്ക് മേൽദൈവത്തിന്റെ കരസ്പർശത്തിനായി പ്രാർത്ഥനയോടെ ജയദേവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയദേവ് തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.